കേരളമേ ലജ്ജിക്കൂ, കേരളമേ തലകുനിക്കൂ, കേരളമേ നാണം കെടൂ എന്ന് പറഞ്ഞിട്ടുള്ള തലക്കെട്ടോട് കൂടിയിട്ട് ഇന്ന് വാർത്തകൾ വന്നത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിനാ? വേറെ ഒന്നുമല്ല, കോഴിക്കോട് നടന്ന ഒരു സംഭവമാണ്. ഒരു പെൺകുട്ടി വീട് വിട്ടിറങ്ങുന്നു. അതിന് ബീച്ചിൽ രാത്രി 2 മണിയോടുകൂടി കുറച്ച് ടീമുകൾ കുറച്ച് പൈസയും കൊടുത്ത് ഇറക്കി വിടുകയാണ്. അതിനിടയിൽ എന്ന് പറഞ്ഞാൽ ആ പെണ്ണിനെ കൊണ്ടുപോയതും അതേ ബീച്ചിൽ നിന്ന് തന്നെയാണ്. ആ ബീച്ചിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ നിനക്ക് താമസിക്കാൻ റൂമാക്കി തരാം, അല്ലെങ്കിൽ താമസിക്കാൻ സൗകര്യം ചെയ്തു തരാം. കാരണം എന്താണ്, ഈ പെൺകുട്ടി വീട്ടിൽ നിന്ന് പിണങ്ങിയിട്ട് ഇറങ്ങി വന്ന നിയമമാർക്ക് മനസ്സിലായി. അതിൻ്റെ അകത്തുള്ളത് ഒരു കൊലക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ ഒരു പ്രതിയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇങ്ങനെയുള്ള പ്രതികളെയൊക്കെ തുറന്നു വിട്ടാൽ നമ്മളും അതുപോലെ തന്നെ എല്ലാവരും കുറ്റക്കാർ തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല ആൾക്കാരും ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ കൂടെ ഈ ക്രിമിനലുകളെ കണ്ടിട്ടുണ്ടാകും. പക്ഷെ അവരൊക്കെ എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യാത്തത്? പേടിച്ചിട്ടാണ് ചോദ്യം ചെയ്യാത്തത്. കാരണം എന്താണെന്നല്ലേ, അതായത് നമ്മൾ ചോദ്യം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പിന്നെ സദാചാര വിരുദ്ധനായി, അതുപോലെ തന്നെ 80-ലെ അമ്മാവന്മാരായി, ഇങ്ങനെയൊക്കെയാണ് നമ്മളെ പേര് പറയുക. ഇനി ഏതെങ്കിലും ഒരുത്തൻ അബദ്ധവശാൽ ഇപ്പോൾ ഒരു കുറച്ച് വയസ്സായ ഒരാൾ ഈ പെൺകുട്ടിയോട് 2 ആൾക്കാർ ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ട് സംശയത്തോടു കൂടി ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ തന്നെ പറയും, എന്നാ കളവാ നോക്കുന്നതെന്ന് പറയുമായിരുന്നു. തനിക്കൊന്നും ഇനിയും നോക്കാതിരിക്കാനായില്ലടോ, അല്ല മറ്റേ നമ്മളിങ്ങോട്ട് ചീത്ത പറയുക. ഇത് പേടിച്ചിട്ട് തന്നെയെന്ന് പറഞ്ഞാൽ പല ആൾക്കാരും ഇങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ടാൽ കണ്ണടക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ലജ്ജിക്കോ കേരളമേ, നമിക്കോ കേരളമേ, തലകുനിക്കോ കേരളമേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ തന്നെയാണ് കുറ്റക്കാർ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറയുടെ തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്നും കിട്ടാത്തതെല്ലാം നിങ്ങൾ അനുഭവിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ പല ആൾക്കാരൊന്നും തന്നെ പലതും അനുഭവിക്കുമ്പോൾ അതൊന്നും നോക്കാനോ അല്ലെങ്കിൽ അവരോടൊന്നും ഉപദേശിക്കാനോ ഒന്നും പോകാനും കഴിയില്ല. നിങ്ങൾ ബീച്ചുകളിലോ പാർക്കുകളിലോ അല്ലെങ്കിൽ വണ്ടികളിലോ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അവിടെയുള്ള കുട്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ചില ടീമുകൾ കൂട്ടി വരുമ്പോൾ നമുക്ക് തന്നെ തോന്നുമായിരുന്നു ഇതൊക്കെ ഏതോ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്നതാണ്, അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായപൂർത്തിയായിട്ടില്ല എന്നൊക്കെ അറിയാം. പിന്നെ ബസ് സ്റ്റാൻഡുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഇതിനിടയ്ക്ക് ഞാൻ ഏതൊരു ചാനലിൽ കണ്ടതാണ്, ആ ബസ് സ്റ്റാൻഡിൻ്റെ പുറകുവശത്ത് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് തന്നെ യൂണിഫോം മാറ്റുന്ന ടീമുകൾ വരെയുണ്ട്. അതായത് യൂണിഫോം മാറ്റിയ കുട്ടികളെയും കൊണ്ട് കറങ്ങാൻ കൊണ്ടുപോകുന്ന ടീമുകൾ. അപ്പം ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കാനുള്ള കാരണക്കാർ ആരാണ്? നമ്മൾ തന്നെയാണ്. കുറേ നാളുകൾക്ക് മുമ്പ് ഒരു സംഭവം ഉണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ഒരു പെൺകുട്ടിയെ ബൈക്കിൽ കൊണ്ടുവിടുന്നത് ഒരാളുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അയാൾ നോക്കിയപ്പോൾ ആ ചെറുക്കൻ അത്രത്തോളം ക്ലിയർ അല്ല. കാരണം ചില കേസുകളിലും ഒക്കെ പ്രതിയാണ്. അതുകൊണ്ട് തന്നെ ഇയാൾ പോയിട്ട് ആ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകൾ ഇങ്ങനെ ഒരു ചെറുക്കൻ്റെ കൂടി ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരുടെ വീട്ടുകാരും ഇവരെല്ലാം കൂടിയിട്ട് ഇയാളെ തെറി പറയുകയാണ് ചെയ്തത്. അതായത് നീ ആരാടാ ഇത് നോക്കാൻ, എൻ്റെ മോളുടെ കാര്യം നോക്കാൻ അവൾക്കറിയാമെന്ന്. അങ്ങനെയാണ് ഇന്നത്തെ സമൂഹം. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മളെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു 500 കണ്ണുകൾ ഉണ്ടാവും. നമ്മൾ ഏതെങ്കിലും ഒരു ടൗണിൽ പോയി കഴിഞ്ഞ് ഒരു സിനിമ കയറി കഴിഞ്ഞാൽ വരെ ഒരു 500 കണ്ണുകൾ ഉണ്ടാവും. അതായത് വീട്ടിൽ വന്ന് പറഞ്ഞു കൊടുക്കും, കൃത്യമായിട്ട് ഇന്നാളെ ഞാൻ ആ തിയേറ്ററിൽ കണ്ടിരുന്നു, ഇല്ല ഇന്നാളെ ഞാൻ അവിടെ ടൗണിൽ കണ്ടിരുന്നു എന്നൊക്കെ പറയാൻ ഒരുപാട് ആൾക്കാർ, അയൽക്കാരായാലും നാട്ടുകാരായാലും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഭയന്നിട്ടല്ലേ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമക്കൊന്നും പോകാഞ്ഞത്. ആണായാലും പെണ്ണായാലും പണ്ടൊക്കെ ടൗണിലേക്കൊന്നും അങ്ങനെ ഇറങ്ങൂല. എന്തുകൊണ്ടാ? ഭയന്നിട്ട് തന്നെയാണ്. പഠിക്കാൻ പോയി കഴിഞ്ഞാൽ കുട്ടികൾ പഠിക്കുക, തിരിച്ച് വീട്ടിലേക്ക് വരിക, അതായിരുന്നു നിയമം അന്ന്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ തലവേദനകളൊന്നും രക്ഷിതാക്കൾക്കില്ല. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എല്ലാവരുടെ കയ്യിലെന്ന് പറഞ്ഞാൽ ഗൂഗിൾ പേ ഉണ്ട്. അതുകൊണ്ട് തന്നെ പൈസക്കൊരു ക്ഷാമവും ഇല്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെയും രക്ഷിതാക്കൾ എന്ന് പറഞ്ഞാൽ ഗൾഫിലും അവിടെ ഇവിടെയൊക്കെയാണ്. അവരും ഇഷ്ടം പോലെ പൈസകൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഇന്ന് പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ വിട്ട് കഴിഞ്ഞാലും കോളേജ് വിട്ട് കഴിഞ്ഞാലും വീട്ടിൽ പോകുന്നില്ല, കറങ്ങി നടക്കുന്നു, പിന്നെ സിനിമക്ക് പോകുന്നു, ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നോക്കാനോ അല്ലെങ്കിൽ ഉപദേശിക്കാനോ ഒന്നും കഴിയില്ല. അതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാവരും തോന്നിയതുപോലെ, ആണും പെണ്ണും എല്ലാം തോന്നിയതുപോലെയാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ ചില അനന്തര ഫലങ്ങളാണ് നമ്മളിപ്പോഴിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് അപ്പാട് വീട് വിട്ട് പോവുക. അത് കഴിഞ്ഞതിന് ശേഷം ഈ പാതിരാത്രി വരെ എന്ന് പറഞ്ഞാൽ ഒരു ബീച്ചിലിരിക്കുക. ബീച്ചിലിരുന്നിട്ട് പോലും അവിടെയുള്ള ഒരു വാച്ച്മാൻ ഇല്ലേ, അല്ലെങ്കിൽ വേറൊരു തട്ടുകടക്കാരില്ലേ, ഇവരെയൊന്നും കണ്ണിൽ എന്തുകൊണ്ട് പെട്ടില്ല? ഇനി പെട്ടാൽ തന്നെ ഇവർ മിണ്ടൂല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു പെൺകുട്ടി തനിച്ചിരിക്കുകയാണെങ്കിലും പോയിട്ട് എന്താ മോളെ എന്ന് പണ്ടത്തെ പോലെ ചോദിക്കാൻ കഴിയില്ല. കാരണം എന്താ, താൻ ആരാടോ എന്നോട് ചോദിക്കാൻ എന്ന് ചോദിക്കും. അത് പേടിച്ചിട്ടും. അതുമാത്രമല്ല, ചിലപ്പോഴും പറയും അയ്യോ എന്നെ ഉപദ്രവിച്ചേ എന്ന് പറഞ്ഞിട്ട് പിന്നെ കരിയും. അതോടുകൂടിയിട്ട് എന്ന് പറഞ്ഞാൽ ഇയാൾ പിന്നെ അഴി എണ്ണേണ്ടി വരും. പേടിച്ചിട്ടാണ് പല ആൾക്കാരും തിരിഞ്ഞു പോകുന്നത്. അപ്പം അവിടെയാണ് ഈ ക്രിമിനലുകൾ അവിടെ വിളനിലമാക്കുന്നത്.
അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മുതലെടുക്കുന്നത് ക്രിമിനലുകളാണ്. അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിമിനലുകൾക്ക് ജയിലിൽ പോകുന്ന ഒരു പുത്തിരിയല്ല. ഞാൻ പറഞ്ഞല്ലോ ഈ കോഴിക്കോട് സംഭവത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു പ്രതിയുണ്ട്, അയാൾ കൊലക്കേസ് പ്രതിയാ. അപ്പൊ ആ ചെങ്ങാതി എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ജയിലിൽ പോയാലും അവന് ഏടിയായി കഴിഞ്ഞാലോ അവന് സുഖമാണ്. ഇപ്പൊ അവന് വിചാരണയാവുകൊണ്ട് ജാമ്യത്തിലാണ്. ഇനിയിപ്പോൾ ജയിലിൽ പോയാലും അവന് ഒരു കുഴപ്പമില്ല എന്ന് അവനറിയാം. അതാണ് ഞാൻ പറയുന്നത്, ക്രിമിനലുകൾ അവിടെ വിളനിലമാക്കുകയാണ്. നേരെ മറിച്ച് ഏതെങ്കിലും ഒരാൾ, പല ആൾക്കാരും ഈ ചിലപ്പോൾ ഈ കുട്ടിയെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ ചോദിക്കാൻ ഭയം. ഇപ്പോഴാണ് ഒരു ഫാമിലി പോകുമ്പോൾ തന്നെ ആ കുട്ടിയെ കണ്ടിട്ടുണ്ടാകും, ചോദിക്കാൻ ഭയമാണ്. രാത്രി ഒരാൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ചോദിക്കാൻ പറ്റൂല. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ സദാചാര വിരുദ്ധനാകും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സദാചാര പോലീസാക്കും നമ്മളാ. അതാ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കുമ്പോൾ അവൻ്റെ അസുഖം കണ്ടില്ലേ, അവൻ വന്ന് ചോദിക്കുകയാണ് എന്താ ഇവിടെ ഇരിക്കുന്നത്, അവൻ്റെ വീട്ടിലേക്കാരെ അവൻ അന്വേഷിച്ചാൽ പോരെ. ഇതൊക്കെയായിരിക്കും കേൾക്കേണ്ടി വരിക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ലജ്ജിക്കൂ കേരളമേ, അല്ലെങ്കിൽ നമിക്കൂ കേരളമേ, തലകുനിക്കൂ കേരളമേ എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇവിടെ നമ്മൾ തന്നെയാണ് നമ്മുടെ സമൂഹത്തെ മോശക്കാരാക്കി വെച്ചതെന്നേ ഞാൻ പറയുള്ളൂ. എല്ലാ ചോദ്യങ്ങളും പിന്നെ ഒരുപോലെയാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടാ. അതായത് ഇതിൻ്റെ അകത്ത് ക്രിമിനലുകളും ഉണ്ട്, അതും നമുക്കറിയാം. കാരണം കുറേ നാൾ മുമ്പ് കോഴിക്കോട് അമ്മയും മകനും പോകുമ്പോൾ അവിടെ ഒരു ബൈക്ക് തടഞ്ഞു നിർത്തിയിട്ട് എവിടെയാടാ കൊണ്ടുപോയിനി, ആരെയാടാ ഇത് എന്നൊക്കെ ചോദിച്ച സംഭവമുണ്ട്. അങ്ങനെയുള്ള ടീമിനല്ല ഞാൻ പറയുന്നത്. കാരണം അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദാചാര പോലീസിങ് തന്നെയാണ്. അവറ്റകളൊന്നും ഒരു കാരണവശാലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല, പിടിച്ചുള്ളിലിടുക തന്നെ വേണം. പക്ഷേ ഇതിൽ സത്യാവസ്ഥയോട് കൂടിയിട്ട് തൻ്റെ സ്വന്തം മകളാണെങ്കിൽ ചോദിക്കില്ലേ, അല്ലെങ്കിൽ തൻ്റെ മകളെ പോലെയുള്ള ഒരു പെൺകുട്ടി എന്താ അവിടെ ഇരുന്ന് കരിയുന്നത് എന്ന് നമ്മൾ ഒരാളോടൊന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ഈ ഗതി വരൂലായിരുന്നു. പക്ഷേ പലരും കണ്ടിട്ടുണ്ടാകും, ചിലപ്പോൾ കാണാതെ പോയിട്ടുണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, ഭയം കൊണ്ട് തന്നെയാണ്. കോഴിക്കോട് പോലെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് പണിയുണ്ട്. കാരണം രാത്രിയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുള്ള സ്ഥലമാണ് ഈ ബീച്ച് പരിസരം എന്നൊക്കെ പറഞ്ഞാൽ. കോഴിക്കോടിനെ പറ്റി നമുക്കറിയാലോ, അവിടെ ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ മുഴുവൻ രാത്രിയിലാണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് അങ്ങനെ അങ്ങ് കൊണ്ടുപോകാനൊന്നും കഴിയില്ല. പക്ഷേ ഈ ക്രിമിനലുകൾ ഈ ഒരു സംഭവം എല്ലാം കൂടിയിട്ട്, അതായത് ആൾക്കാർ ആരും ഒന്നും മിണ്ടൂല. ഒരു പെൺകുട്ടിയെ കൊണ്ട് നടക്കുന്ന കണ്ടാലും ഒരുത്തനും ചോദ്യം ചെയ്യില്ല. ഞാൻ പറഞ്ഞല്ലോ, ബീച്ചിലൊക്കെ ചില പെൺകുട്ടികളെയും ആൺകുട്ടികളെയും കാറിലൊക്കെ ഉള്ള ഉമ്മവപ്പ് കാണുമ്പോൾ നമുക്ക് തന്നെ അതിശയം വന്നു പോകും. എൻ്റെ ഈശ്വര, ഈറ്റിനുള്ള പ്രായപൂർത്തിയായതാണോ അല്ലെ ഇനി, കാരണം ഒന്നും ചോദിക്കാൻ പറ്റൂലേ. ഇതിപ്പോൾ തട്ടിക്കൊണ്ടുവന്നയാണോ, അല്ലെങ്കിൽ നല്ല രീതിയിൽ കൊണ്ടുവന്നയാണോ, അല്ലെങ്കിൽ എന്താ പറയേണ്ടത് വേറെ ഏതെങ്കിലും ട്രാപ്പിൽ പെടുത്തിയിട്ട് കൊണ്ടുവന്നയാണോ എന്നൊന്നും നമുക്ക് ചോദിക്കാൻ കഴിയില്ല. ആ വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് നടന്നു കഴിഞ്ഞാലും നമുക്കൊന്നും ചോദിക്കാൻ കഴിയില്ല. ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ തീർന്നു. അതുമാത്രമല്ല, നമ്മൾ നോക്കുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ രണ്ടോട്ടം ഉമ്മ ജാസ്തി വെക്കുമായിരുന്നു. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് പരിഹസിക്കുകയാണ് സമൂഹം ഇന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ടീമുകളെയൊക്കെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതിൻ്റെ അനന്തരഫലം എന്താണ്? അതായത് പിന്നെ രക്ഷകർത്താക്കൾ പെട്ടു, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരും എല്ലാവരും മോശക്കാരാവുകയാണ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഇവറ്റകൾക്ക് ആർക്കും കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഈ പിന്നെ നമ്മുടെ ബീച്ച് ഏരിയയിലോ അവിടെ ഇവിടെയൊക്കെയുള്ള തട്ടുകാർക്കാരോട് ഞാൻ പറയുകയാണ്, ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ശ്രമിച്ചു നോക്കുക. അതില്ല എന്നാൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒഴിവായി കിട്ടും. എന്നാൽ നേരെ അങ്ങോട്ട് പോയി ചോദിച്ചേക്കല്ലേ, നിങ്ങൾക്ക് അടിയും കിട്ടുന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും നിങ്ങൾ തലകുനിക്കോ കേരളമേ, ലജ്ജിക്കോ കേരളമേ എന്നൊന്നും പറഞ്ഞിട്ട് വരല്ലേ. നന്ദി, നമസ്കാരം.